മഴ കനത്തതോടെ ആലപ്പുഴ എറണാകുളം ദേശീയപാതയിൽ ഗതാഗതം അത് വലിയ പ്രതിസന്ധിയിലാണ്. ഒരു വാഹനം കുടുങ്ങിയാൽ ജനങ്ങൾ മണിക്കൂറുകളോളമാണ് കുരുങ്ങുന്നത്, കാത്തുകിടക്കേണ്ടി വരുന്നത്. ദേശീയപാതയിൽ നിർമ്മാണ മേഖലയിലെ വെള്ളക്കെട്ടും അടിമുടിപ്പാളിയ ഗതാഗത ക്രമീകരണവുമാണ് പ്രതിസന്ധിക്ക് കാരണം. തുറവൂരിൽ കഴിഞ്ഞ ദിവസം 4 മണിക്കൂറോളം നേരമാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. അരൂർ മുതൽ കായംകുളം വരെ 56 ഇടങ്ങളിലാണ് നിർമ്മാണം നടക്കുന്നത്. ഇതുവഴി യാത്ര ചെയ്യാൻ മുൻപത്തേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരും. ഇന്നലെ തുറവൂരിൽ ലോറി തകരാറിലായതോടെ യാത്രക്കാർ പെരുവഴിയിലായി. മാക്കേൽക്കടവ് അരൂക്കുറ്റി റൂട്ടിലേക്ക് വാഹനം തിരിച്ചുവിട്ടതോടെ അവിടെയും വാഹനങ്ങൾ കുടുങ്ങി. വലിയ ചരക്ക് ലോറികളും കണ്ടെയ്നറുകളും ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതും ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കുന്നു. ദീർഘദൂര യാത്ര നടത്തുന്ന ലോറികൾക്ക് MC റോഡ് വഴി തിരിഞ്ഞു പോകണമെന്ന ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും ഇത് നടപ്പിലാക്കാൻ അധികൃതരോ പാലിക്കാൻ ഡ്രൈവർമാരോ തയ്യാറായിട്ടില്ല. ചേർത്തല മുതൽ അരൂർ വരെയുള്ള 4 വരിപ്പാത നിർമ്മാണത്തെ തുടർന്ന് 2 വരിയാക്കി ചുരുക്കിയപ്പോൾ സ്വാഭാവികമായും റോഡിലെ തിരക്ക് വർദ്ധിച്ചു. ഇത് കഴിഞ്ഞ ഡിസംബറിൽ കുഴിച്ചിട്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ സർവീസ് റോഡ് ആദ്യം ചെയ്തിട്ട് ഇത് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം ഇവിടെ പ്രശ്നം വരത്തില്ല, അപ്പുറം ഇപ്പുറം വണ്ടി പോയിക്കോളും. ഇത് കഴിഞ്ഞ് ഡിസംബറിൽ കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ ഇത്ര 5-6 മാസമായി, ഇതുവരെ ഒരു അനക്കമുണ്ടായിട്ടില്ല. ഇന്ന് ഇവിടെ നിന്ന് അവിടം വരെ 1 കിലോമീറ്ററിനുള്ളിൽ 1, 2, 4 ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഇന്ന് ദേശീയപാതയിൽ കായംകുളം ചേപ്പാട് റോഡ്, പുന്നപ്ര, കലവൂർ, കഞ്ഞിക്കുഴി, തുറവൂർ, ചന്തിരൂർ എന്നിവിടങ്ങളിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും പതിവായി. അപകടം നടക്കാൻ സാധ്യത കൂടുതലാണ്. വെള്ളം ഇങ്ങനെ കാണയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് റോഡും എന്താണ് റോഡാണ് കാണേണ്ടതെന്നൊന്നും മനസ്സിലാകത്തില്ല വെള്ളം വരുമ്പോൾ. അതുകൊണ്ട് അപകടം തന്നെയാണ് കൂടുതൽ നടക്കാൻ സാധ്യത. അല്ലാതെ നമുക്കൊരു സുരക്ഷിതത്വം തോന്നത്തില്ല മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ പോകാൻ. ഇതോടെ മന്ത്രി P. പ്രസാദ് ഇടപെട്ട് അടിയന്തരമായി ദേശീയപാതയിലെ വെള്ളം നീക്കാൻ നിർദ്ദേശം നൽകി. റോഡിലെ വെളിച്ചക്കുറവ് പരിഹരിക്കാൻ ഇപ്പോഴും നടപടികളായിട്ടില്ല. ദേശീയപാതയിലാണ് പ്രശ്നം. ഒരുപാട് ബ്ലോക്കുകളും ഭയങ്കര വണ്ടി വടക്കുന്ന് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വണ്ടി ഇടിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ക്രമീകരണം കൃത്യമായി നടപ്പാക്കാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണം. ഗതാഗത ക്രമീകരണത്തിന് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതും പലപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ബോർഡുകൾ പലതും തൊട്ടടുത്തെത്തുമ്പോഴാണ് കാണുക. വാഹനം ഓടിക്കുന്നവർക്ക് എവിടെ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടതെന്ന് അറിയാത്ത സ്ഥിതി. ദേശീയപാതയുടെ നിർമ്മാണം നാടിന് അനിവാര്യമാണ്. നിർമ്മാണ മേഖലകളിൽ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികവും. എന്നാൽ ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാത്ത അധികാരികളുടെ അനാസ്ഥ മൂലം അഴിയാത്ത കുരുക്കുകളായി. ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം മരണം പതിയിരിക്കുന്ന ചതിക്കുഴികളുമായി. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. സ്കൂൾ തുറക്കുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ദേശീയപാതയിലെ കുരുക്കിന് ഇനിയും പരിഹാരം കാണാനായില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലയും. അടിയന്തരമായി ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് പ്രദേശവാസികൾക്ക്, യാത്രക്കാർക്ക് പറയാനുള്ളത്. കാണാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. അതിനുള്ള ക്രമീകരണം ആയിട്ടില്ല ഇതുവരെ. അതിനൊരു ബൈ റോഡ് എന്തെങ്കിലുമൊക്കെ അവർ സജ്ജീകരണം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത്. പിന്നെ എന്താ വെച്ചാൽ ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു ഇതും വരും. എന്നുവെച്ചാൽ ഇപ്പോൾ റോഡ് ഇപ്പോൾ നമ്മൾ 1-2 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക സൂപ്പർ റോഡാകും. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. വലിയ വാഹനങ്ങൾ ഒരു രാത്രിയിൽ പോകത്തക്ക രീതിയിൽ ക്രമീകരിക്കണം. ഇതൊന്നുമില്ല. പിന്നെ ആർക്കും സമയമില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാവർക്കും പെട്ടെന്ന് എത്തണം എല്ലായിടത്തും. അത് ചില സാഹചര്യത്തിൽ വാഹനങ്ങൾ കെട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ചില സാഹചര്യത്തിലാണ്, എപ്പോഴും ഇല്ല. നമ്മുടെ റോഡുകൾ എപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്. ചില സാഹചര്യത്തിൽ അത് ബ്ലോക്കുകൾ വരും, സ്വാഭാവികമാണ്. മഴ പെയ്തുകൊണ്ട് ഇവിടെ ഭയങ്കര കുഴിയാണ്. ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തിട്ട് ഭയങ്കര കുഴിയായിരുന്നു. വണ്ടിയൊക്കെ വെള്ളത്തിൽ പോയി ബ്ലോക്ക് ആവുന്നുണ്ട്. ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട് ഈ സൈഡ് കൊണ്ട്.